പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് ബഡ്ജറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് ബഡ്ജറ്റ് എന്ന ടോപ്പിക്കാണ്. എന്താണ് ബഡ്ജറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഒരു എക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെയും റെസിപ്റ്റിൻ്റെയും അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബഡ്ജറ്റ് സ്കോപ്പാണ് പറയുന്നത്. ദ സ്കോപ്പ് ഓഫ് ബഡ്ജറ്റ് റെഫേഴ്സ് ടു ദ വേരിയസ് എലമെന്റ്സ് ദാറ്റ് ഇറ്റ് encompasses in terms of financial planning, allocation and execution. ഇത് വ്യത്യസ്ത എലമെന്റിൽ ഇത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഇതിന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അലോക്കേഷൻ ആൻഡ് എക്സിക്യൂഷൻ. ദ ഇന്ത്യൻ ബഡ്ജറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ആൻഡ് ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ കോമ്പണന്റ് ടു എൻഷുർ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫിഷ്യന്റ് ഫിസിക്കൽ മാനേജ്മെന്റ്. ഇന്ത്യൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ കോമ്പണന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഇത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ എഫിഷ്യന്റ് ഫിസിക്കൽ മാനേജ്മെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ഫിസിക്കൽ മാനേജ്മെന്റ്. നമ്മൾ അതിന്റെ സ്കോപ്പ് വ്യത്യസ്ത ആസ്പെക്റ്റിലൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമത്തത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് റെഫർ ടു ദ എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അപ്കമിംഗ് ഫിനാൻഷ്യൽ ഇയർ. ഒന്നാമത്തെ സ്കോപ്പ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റവന്യൂ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് പ്രതീക്ഷിക്കുന്ന റവന്യൂ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള പ്രതീക്ഷിക്കുന്ന ചെലവിന്റെയും സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്കണോമിക് ട്രെൻഡ്സ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എക്കണോമിയുടെ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ഗവൺമെന്റിന്റെ പോളിസി പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ. ഇറ്റ് ഇൻക്ലൂഡ് എസ്റ്റിമേറ്റ് ഫോർ ബോത്ത് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇത് റെസിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻഡിച്ചറും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റെസിപ്റ്റ് പറയുമ്പോൾ ടാക്സ് റവന്യൂ ഉണ്ടാവും, നോൺ ടാക്സ് റവന്യൂ. റെസിപ്റ്റ് പറയുമ്പോൾ വരുമാനമാണ്. എക്സ്പെൻഡിച്ചർ പ്ലാന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, നോൺ പ്ലാന്റ് എക്സ്പെൻഡിച്ചറും. ഇഫ് ദ ഗവൺമെന്റ് എക്സ്പെക്ട് ടു കളക്ട് 20 lakh crore in tax revenue in the next financial year, this amount is reflected in the budget estimate. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് 20 ലക്ഷം രൂപ ടാക്സിലൂടെ, 20 ലക്ഷം കോടി രൂപ ടാക്സിലൂടെ ലഭിക്കണമെന്ന് പിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റിൽ വരണം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളതാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇതിന്റെ സ്കോപ്പ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആർ മിഡിയർ കറക്ഷൻ ടു ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഓരോ ബഡ്ജറ്റിന്റെയും ഒരു ഫിനാൻഷ്യൽ ഇയറിലെ മിഡിയറിൽ ഇതിലൊരു കറക്ഷൻ വരുത്തും. ദേ അക്കൗണ്ട് ഫോർ അൺഎക്സ്പെക്ടഡ് എക്കണോമിക് ചേഞ്ച്. എക്കോണമിയിൽ പെട്ടെന്ന് ഒരു എക്കണോമിക് ചേഞ്ച് വരാം, റവന്യൂവിൽ ഫ്ലക്ച്വേഷൻ വരാം, എമർജൻസി ആയിട്ട് എക്സ്പെൻഡിച്ചർ വരികയാണ്. ഇപ്പോൾ കേരള ഗവൺമെന്റ് കഴിഞ്ഞ ഫ്ലഡ് വന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ എമർജൻസി ആയിട്ട് എക്സ്പെൻഡിച്ചർ വരുത്തേണ്ടി വരും. ഇങ്ങനത്തെ ഒക്കെ സമയത്ത് അതിനാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. These are presented in the next year's budget for comparison with the original budget estimate. Next year ബഡ്ജറ്റിലാണ് പ്രസന്റ് ചെയ്യുക for comparison with the original budget estimate. If tax revenue was originally estimated 20 lakh crore, but economic slowdown reduced collection 80 lakh crore, then the revised estimate will reflect the lower amount. 20 ലക്ഷം കോടിയാണ് പിരിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എക്കോണമിയിലെ സ്ലോ ഡൗൺ കൊണ്ട് 18 ലക്ഷമേ പിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ റിഫ്ലക്ട് ചെയ്യേണ്ടി വരും. ഇതെന്ത് ചെയ്യും? പോളിസി മേക്കേഴ്സ് മേക്ക് റിയൽ ടൈം അഡ്ജസ്റ്റ്മെന്റ് ടു സ്പെൻഡിങ് ആൻഡ് റവന്യൂ കളക്ഷൻ. ഇത് പോളിസി മേക്കേഴ്സിന് റിയൽ ടൈമിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ കഴിയും. ആക്ച്വൽ ഓഫ് ദ ഇയർ പ്രൊസീഡിംഗ് ദ കറന്റ് ഇയർ. ആക്ച്വൽ റെഫേഴ്സ് ടു ദ ഫൈനൽ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫിഗർ ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിന്റെ ഫൈനൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫിഗർ എന്നാണ് ആക്ച്വൽ ആണ്. ദിസ് ഫിഗർ ആർ ബേസ്ഡ് ഓൺ റിയൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഡിറ്റഡ് ഗവൺമെന്റ് അക്കൗണ്ട്. ഈ ഇതെന്ന് പറയുന്ന ഈ ഫിഗർ എന്ന റിയൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, ഓഡിറ്റഡ് ഗവൺമെന്റ് അക്കൗണ്ട്. ഹെൽപ്സ് കമ്പയർ പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ ബഡ്ജറ്റ്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് പ്ലാൻ ചെയ്തതും അതേപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസും കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു ഗവൺമെന്റ് പ്ലാൻ ചെയ്തതുണ്ടാവും, അതിനനുസരിച്ച് ആക്ച്വൽ ആവണമെന്നില്ല. ഓക്കെ, അത് കമ്പയർ ചെയ്യാം. ഇഫ് ദ ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ആൻ എക്സ്പെൻഡിച്ചർ 50 lakh crore but actually spent 48 lakh crore, the actual will record this amount. 50 ലക്ഷം കോടിയാണ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ചെയ്തതെങ്കിൽ 48 കോടിയാണ് ആക്ച്വലി സ്പെൻഡ് ചെയ്തെങ്കിൽ ആക്ച്വൽ ആണ് ഇതിൽ റെക്കോർഡ്. എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ്. Consolidated Fund of India. The Consolidated Fund of India is the main government account. ഗവൺമെന്റിന്റെ മെയിൻ അക്കൗണ്ട് ആണെന്തോ കൺസോളിഡേറ്റഡ് ഫണ്ട്, where all revenue received and loans raised by the government are deposited. ഗവൺമെന്റ് കിട്ടുന്ന എല്ലാ റവന്യൂവും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ലോണിലൂടെ റൈസ് ചെയ്ത ഫണ്ടും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ആൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആർ മെയ്ഡ് ഫ്രം ദിസ് ഫണ്ട്. ഈ ഫണ്ടിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഗവൺമെന്റിന്റെ എല്ലാ എക്സ്പെൻഡിച്ചറും ചെലവഴിക്കേണ്ടത്. അതിനെന്ത് പറയാ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ.
അപ്പോൾ ഗവൺമെന്റിന്റെ എല്ലാ ഫണ്ടും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ലോണിലൂടെ കിട്ടിയ ഫണ്ട് വരെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഇതിലാണ്. ഇതിൽ നിന്നാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇതിൽ നിന്നാണ് ഫണ്ട് ചെലവഴിക്കേണ്ടത്. നോ മണി ക്യാൻ ബി വിഡ്രോൺ വിതൗട്ട് പാർലമെന്ററി അപ്രൂവൽ. പാർലമെന്ററിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു ഫണ്ട് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലവഴിക്കാൻ കഴിയില്ല. ഇതിൽ നിന്ന് ഒരു ഫണ്ട് ചെലവഴിക്കണം, 1 രൂപ ചെലവഴിക്കുകയാണെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ നിർബന്ധമാണ്. അതിനെന്ത് പറയാ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയാം. എക്സാമ്പിൾ, ടാക്സ് റവന്യൂ, ലോൺസ്, ഗ്രാൻസ് ആർ ഫ്ലോ ഇൻ ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂ, ലോണുകൾ, വിവിധ ഗ്രാന്റുകൾ ലഭിച്ചതൊക്കെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് പോവുക. എക്സ്പെൻഡിച്ചർ ലൈക്ക് ഡിഫൻസ് സ്പെൻഡിങ്, സാലറി, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ആർ വിഡ്രോഡ് ഫ്രം ഇറ്റ്. ഇതിൽ നിന്നാണ് എക്സ്പെൻഡിച്ചർ വിഡ്രോ ചെയ്യേണ്ടത്. എൻഷുർ സിസ്റ്റമാറ്റിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ലെജിസ്ലേറ്റീവ് ഓവർസൈറ്റ്. ഇത് ഇങ്ങനെ ഒരു ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സാധ്യമാണ്. ഒരു ഫണ്ടിലേക്കാണ് പോകുന്നത്, അതിൽ നിന്നാണ് ചെലവഴിക്കുന്നത്. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഓവർസൈറ്റ് ഉണ്ടായിരിക്കും, പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. കണ്ടിജൻസി ഫണ്ട് ഈസ് എ റിസർവ് ഫണ്ട് യൂസ്ഡ് ഫോർ അർജന്റ് ആൻഡ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ. കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് റിസർവ് ഫണ്ട്, കുറച്ച് ഫണ്ട് റിസർവ് ആയിട്ട് സൂക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അർജന്റ് ആയിട്ട് ഒരു കേസ് വരാൻ, അല്ലെങ്കിൽ അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ വരികയാണ്, അവിടെ ചിലവഴിക്കേണ്ട ഫണ്ടാണ് ഇത്. ഒരു ഫ്ലഡ് വന്നു, അപ്പോൾ ചിലവഴിക്കണമെങ്കിൽ ഈ ഫണ്ടിൽ നിന്നാണ് ചിലവ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ദിസ് ഫണ്ട് ഫോർ എമർജൻസി സ്പെൻഡിങ്. ഇതിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഇതിൽ ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരിക്കും. വൺസ് സ്പെൻഡ് ദ എമൗണ്ട് മസ്റ്റ് ബി റീപ്ലനിഷ്ഡ് ബൈ ദ പാർലമെന്റ്. അതിൽ നിന്ന് ഒരു ഫണ്ട് ചെലവഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പാർലമെന്റിൽ പിന്നീട് അവതരിപ്പിക്കണം. ദ ഫണ്ട് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് 500 crore. ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ട് 500 കോടി രൂപയാണ്. ദ ഫണ്ട് ഫോർ ഡിസാസ്റ്റർ റിലീഫ് ആർ ഇമ്മീഡിയറ്റ്ലി ഡിസ്പേഴ്സ്ഡ് ഫ്രം ദ കണ്ടിജൻസി ഫണ്ട്. എൻഷുർ ക്വിക്ക് റെസ്പോൺസ് ടു എമർജൻസി വിതൗട്ട് വെയിറ്റിംഗ് ഫോർ പാർലമെന്ററി അപ്രൂവൽ. പാർലമെന്ററി അപ്രൂവൽ ഇല്ലാതെ ഫണ്ട് ചെലവഴിക്കാനുള്ള ഫണ്ടാണ് ഇത്. ഇനി പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ദ പബ്ലിക് അക്കൗണ്ട് ഹോൾഡ്സ് മണി ദാറ്റ് ഗവൺമെന്റ് ഡസ് നോട്ട് ഓൺ ബട്ട് മാനേജ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്. പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫണ്ട് അല്ല, പക്ഷേ ഗവൺമെന്റ് ബട്ട് മാനേജ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത് ചെലവഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം, ഇറ്റ് ഇൻക്ലൂഡ് പ്രൊവിഡന്റ് ഫണ്ട്, PF, സ്മോൾ സേവിംഗ് സ്കീം, പെൻഷൻ ഫണ്ട് ആൻഡ് അതർ ട്രസ്റ്റ് റിലേറ്റഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇതിലാണ് ഉണ്ടാവുക. ഇത് ഗവൺമെന്റിന്റെ ഫണ്ട് അല്ല, ഇത് മറ്റുള്ളവരുടെ ഫണ്ടാണ്, പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഇതിൽ മാനേജ് ചെയ്യാൻ. അൺലൈക്ക് ദ കൺസോളിഡേറ്റഡ് ഫണ്ട്, പാർലമെന്ററി അപ്രൂവൽ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ വിഡ്രോവൽ ഫ്രം ദിസ് അക്കൗണ്ട്. ഈ ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കണമെങ്കിൽ പാർലമെന്ററി അപ്രൂവൽ വേണ്ട. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊവിഡന്റ് ഫണ്ടൊക്കെ ഇതിലാണ് ഉണ്ടാവുക. When government employees deposit money into the provident fund, it is credited to the public account. Government employees provident ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക. Else in managing government trust fund separately from regular revenue. ഇനി റവന്യൂ അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. The revenue account deal with day-to-day government expense and income. റവന്യൂ അക്കൗണ്ട് ആണ് day-to-day government expenseും ഇൻകം ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഇത് ഇൻക്ലൂഡ് റവന്യൂ റെസിപ്റ്റ്. ഇത് റവന്യൂ റെസിപ്റ്റ്, അതിലുള്ള ടാക്സ്, നോൺ ടാക്സ് റവന്യൂകൾ. റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ട്, സാലറീസ്, പെൻഷൻ, സബ്സിഡീസ്. പിന്നെ റവന്യൂ അക്കൗണ്ട്. നോ അസറ്റ് ക്രിയേഷൻ ടേക്ക് പ്ലേസ് അണ്ടർ ദിസ് അക്കൗണ്ട്. ഇതിലൂടെ അസറ്റ് ക്രിയേഷൻ ഉണ്ടാവില്ല, പുതുതായിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്ന അസറ്റുകളൊന്നും ഇതിൽ ഉണ്ടാവില്ല. പേയ്മെന്റ് ഫോർ ഗവൺമെന്റ് സാലറീസ്, ഡിഫൻസ് മെയിൻ്റെനൻസ് ആൻഡ് സബ്സിഡി ആർ പാർട്ട് ഓഫ് റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിന്റെ ഭാഗമാണ് ഗവൺമെന്റ് സാലറീസ്, ഡിഫൻസ് മെയിൻ്റെനൻസ്, സബ്സിഡി ഒക്കെ. ഹെൽപ്സ് ട്രാക്ക് റിക്വയറിംഗ് ഗവൺമെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഡീൽസ് വിത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലയബിലിറ്റീസ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ലയബിലിറ്റീസും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഉണ്ടാവുക. ഇറ്റ് ഇൻക്ലൂഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ലോണിലൂടെ ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം വിൽക്കാൻ ഉദ്ദേശിക്കാൻ അതിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതിലൂടെ കിട്ടുന്ന ഫണ്ട്. റിക്കവറീസ് ഓഫ് പാസ്റ്റ് ലോണിന്റെ റിക്കവറീസ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്, ഡിഫൻസ് പ്രൊക്യൂർമെന്റ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അസറ്റ് ക്രിയേഷൻ ടേക്ക് പ്ലേസ് അണ്ടർ ദിസ് അക്കൗണ്ട്. ഇതിലൂടെ അസറ്റ് ക്രിയേഷൻ സാധ്യമാണ്. വെൻ ദ ഗവൺമെന്റ് ബിൽഡ് ഹൈവേസ്, എയർപോർട്ട്, റെയിൽവേസ്, ദ സ്പെൻഡിങ് ഈസ് റെക്കോർഡഡ് അണ്ടർ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് ചെലവഴിക്കുന്ന ഈ ബിൽഡിംഗ്, ഹൈവേസ്, എയർപോർട്ട്, റെയിൽവേ, ഇതിലൂടെ എന്താണ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റെയിൽവേയിലൂടെ, റെയിൽവേ ടിക്കറ്റിലൂടെ ഫണ്ട് ലഭിക്കുന്നുണ്ട്. The scope of the budget extends beyond simple revenue expenditure calculation. സിമ്പിൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ അപ്പുറത്തേക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഇൻക്ലൂഡ് എസ്റ്റിമേറ്റ്, റിവിഷൻ, ആക്ച്വൽ ഫിഗേഴ്സ്, ഡിഫറൻറ്റ് ഗവൺമെന്റ് ഫണ്ട്, ഇതൊക്കെ ഇതിൽ ഉൾക്കൊള്ളും. ദാറ്റ് മാനേജ് നാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം. വെൽ സ്ട്രക്ചേർഡ് ബഡ്ജറ്റ് എൻഷുർ ഫിസിക്കൽ സ്റ്റെബിലിറ്റി. ഒരു വെൽ സ്ട്രക്ചേർഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, സോഷ്യൽ വെൽഫെയറും ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.